ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുൻപത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് കാലിൻ്റെ മുട്ടുവേദനയാണ്, എല്ല് തേയ്മാനം കൂടിയിട്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. പിന്നെ വേറെയും ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട്. മുൻപ് ഡോക്ടേഴ്സിനൊക്കെ കണ്ടപ്പോൾ സർജറി ഒക്കെ പറഞ്ഞതാണ്. പിന്നെ വേറെ ഡോക്ടേഴ്സിനൊക്കെ മാറി കാണിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് തൃശ്ശൂർ മദർ ഹോസ്പിറ്റലിലെ അൽതാഫ് ഡോക്ടറെയാണ് കേട്ടോ. ഡോക്ടർ ഒന്ന് രണ്ട് വട്ടം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. പിന്നീടൊക്കെ നമ്മൾ ക്ലിനിക്കിലാണ് കേട്ടോ കാണിച്ചിരുന്നത്, DH ക്ലിനിക്ക് കേച്ചേരിയിൽ. അപ്പോൾ അവിടെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ്റെ ഒന്നും അല്ല, സർജറിയുടെ ഒന്നും ആവശ്യമില്ല, ഇഞ്ചക്ഷൻ ഉണ്ട്, അതെടുത്താൽ മതി, എല്ല് തേയ്മാനം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 5 ഡോസോളം ഒരു കാലിൻ്റെ മുട്ടിന് എടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏത് കാലിൻ്റെ മുട്ടിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് അതിനാണ് കേട്ടോ ഫസ്റ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡോസ് കഴിഞ്ഞു, സെക്കൻഡ് ഡോസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അയ്യന്തോളിലുള്ള DH ക്ലിനിക്കിലാണ്. ഇത് അത്യാവശ്യം റേറ്റ് വരുന്നൊരു ഇഞ്ചക്ഷനാണ്. ഒരു ഡോസിന് തന്നെ 14,500 15,000 രൂപയോളാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഡോളറിൻ്റെ റേറ്റിനനുസരിച്ച് ഇതിലും വ്യത്യാസം വരും. പിന്നെ ഉമ്മാക്ക് ഇപ്പോൾ അത് എടുക്കാൻ പോകുന്നത് സെക്കൻഡ് ഡോസാണ്. ഫസ്റ്റ് ഡോസ് എടുത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഡോസ് എടുക്കുക. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഡോസ് എടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞ് സെക്കൻഡ് ഡോസ് എടുക്കാൻ വന്ന സമയത്ത് ഉമ്മാക്ക് CRP കൂടുതലായിരുന്നു കേട്ടോ. CRP കൂടുതൽ, അതല്ലെങ്കിൽ പനി, കഫക്കെട്ട് അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും ഈ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ മുട്ടിൽ അതിൻ്റെ ആ ഒരു മരുന്ന് നിൽക്കും. ആ മരുന്ന് എത്രത്തോളം നിൽക്കുന്നോ അത്രത്തോളം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് അടുത്ത ഡോസ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വേറെ വല്ല ബുദ്ധിമുട്ടുകളായിട്ട്, അതായത് ഈ പനി, കഫക്കെട്ട്, ജലദോഷം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ മരുന്ന് കഴിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇഞ്ചക്ഷൻ്റെ ആ ഒരു മരുന്നില്ലേ അത് കാലിൻ്റെ മുട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും കേട്ടോ, അതായത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, അത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഇഞ്ചക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്കിത് നീട്ടി വെച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നീട്ടി വെച്ച് പോകുന്നതാണ് കേട്ടോ നല്ലത്. മാക്സിമം ബാക്കിയുള്ള മരുന്നുകൾ ഒഴിവാക്കാനായിട്ട് ഡോക്ടർ പറയാം. അങ്ങനെ നമ്മളിതേ DH ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. അയ്യന്തോൾ സെൻട്രലായിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലിനിക്ക് വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഇഞ്ചക്ഷനെ കുറിച്ച് അറിയുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് ആളുകൾ ഇഞ്ചക്ഷൻ എടുത്തതായിട്ടും ഇഞ്ചക്ഷന് കേട്ടിട്ട് വന്നവരൊക്കെ ആയിട്ട് ഇവിടുന്ന് കുറേ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു 8:30 എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, തൃശ്ശൂർ കുന്നംകുളം റൂട്ടിൽ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാനായിട്ട്. നമ്മളെത്തുമ്പോൾ ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തുന്ന സമയത്ത് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, 2-3 ആൾക്കാരേ ഉള്ളൂ. അതും ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നവർ തന്നെ ആയിരുന്നു കേട്ടോ അതൊക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റിൽ തന്നെ ഉമ്മയുടെ വെയ്റ്റും BP അവർ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം CRP എടുക്കും കേട്ടോ. അപ്പോൾ അത് റിസൾട്ട് വരാൻ അരമണിക്കൂർ എടുക്കുമല്ലോ. അതിന് ശേഷമാണ് ആ റിസൾട്ടും വെച്ചിട്ടാണ് ഡോക്ടറെ കാണുക. ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടറൊക്കെ ചെക്ക് ചെയ്ത് CRP ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ബ്ലഡ് എടുക്കും. ബ്ലഡ് എടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മുട്ടിന് ഇഞ്ചക്ഷൻ എടുക്കുക. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ അബി, അപ്പോൾ അവന് കുവൈത്തിൽ പോകുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് തിരിച്ചു പോന്നു കേട്ടോ. അതായത് അവിടുത്തെ കാലാവസ്ഥയും ഫുഡും ഒന്നും അവന് പറ്റണില്ല. അപ്പോൾ ഭയങ്കര ചൂടാണല്ലോ, 50 ഡിഗ്രി ഒക്കെ അല്ലേ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചൂടെന്ന് പറയണം. അപ്പോൾ അവന് കാലാവസ്ഥ ഒട്ടും പറ്റാതായപ്പോൾ ഞങ്ങൾ തന്നെ പറയാട്ടോ അങ്ങോട്ട് പോരേ എന്നുള്ളത് പറയായിരുന്നു. അങ്ങനെ അവൻ വന്നിട്ട് അപ്പോൾ അതേ 2-3 ആഴ്ചയായിട്ടുണ്ട്. ലച്ചുമോൾ ഇവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. ആദ്യമൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, കുറേ കഴിഞ്ഞാലാണ് അവളുടെ തനി സ്വഭാവം പുറത്തെടുക്കുക. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് അവൾക്ക് നേരത്തോടെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, പൊടി കുറുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സെർലാക്ക് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്കിനി വിശന്ന് കഴിഞ്ഞാൽ, അതായത് ഒരു 12:30 ഒക്കെ ആകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സെർലാക്ക് കയ്യിൽ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഉമ്മ അവിടെ CRPയുടെ റിസൾട്ട് എന്താവും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അതിനിടയിൽ ലച്ചുമോൾ വാശി പിടിച്ചപ്പോൾ ഞാൻ അവളെയും കൂട്ടിയിട്ട് ഒരു റൂമിൽ പോയിട്ട് അവൾക്ക് നന്നായിട്ടൊന്ന് ഫീഡ് ചെയ്തു. അപ്പോൾ അതേ അവൾ നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ, ഒരു കുറുമ്പിക്കുട്ടിയായിട്ടുണ്ട്. ഇപ്പോൾ അവൾക്ക് 8 മാസമായിട്ടാ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചിരുന്നേ ഈ ഒരു സമയത്താണ് നോക്കാൻ പാട്, കുറച്ച് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്. കാരണം മുട്ടുത്തി നടക്കലും ഓരോരുത്തർ പിടിച്ച് കയറലും അവിടുന്ന് കൈവിട്ട് നിൽക്കാൻ നോക്കലും ഒക്കെ ആയിട്ട് നമ്മളെപ്പോഴും അവളുടെ മേലൊരു കണ്ണ് വേണം കേട്ടോ. എപ്പോഴും അവളുടെ കൂടെ ഒരാളില്ലെങ്കിൽ ശരിയാവില്ല.
പിന്നെ ലച്ചുമോളെന്ന് പറഞ്ഞത് തനി ഉമ്മക്കുട്ടിയാണ് കേട്ടോ. ഷാലു ഉച്ചയൊക്കെ എന്നുണ്ടെച്ചെങ്കിൽ എൻ്റെ ഉമ്മയുടെ കൂടെ ഒക്കെ നിന്നിരുന്നു. എനിക്ക് പുറത്ത് പോകാനൊന്നൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഷാലുവിന് 7 മാസമാകുമ്പോൾ ഉമ്മയുടെ അടുത്താക്കിയിട്ട് ഞാൻ പഠിക്കാനൊക്കെ പോയിരുന്നു. അന്നൊന്നും അവർക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ലച്ചുമോൾ അങ്ങനെയല്ല, അവൾക്ക് ഞാൻ തന്നെ വേണം എപ്പോഴും എന്നുള്ളൊരിതാണ്. അതുകൊണ്ടാണ് കേട്ടോ എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തത്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇപ്പോൾ ഇടാത്തത്. അപ്പോൾ ഉമ്മയുടെ CRPയുടെ റിസൾട്ട് വന്നു, ഡോക്ടറെ കണ്ടു, അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. ബ്ലഡ് എടുത്തിട്ട് അത് കുറച്ച് നേരം എന്തൊക്കെയാണ് ചെയ്തിട്ട് ആ ഒരു ബ്ലഡിൽ കൂടെ തന്നെ കേട്ടോ മരുന്ന് കാലിൻ്റെ മുട്ടിന് വയ്ക്കുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ബില്ലടക്കലും മരുന്ന് വാങ്ങിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതേ പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് 1-2 ഷോപ്പുകളിലൊക്കെ കയറാണ്ട് കേട്ടോ. അബിക്ക് ഹെൽമെറ്റ് എടുക്കാനുണ്ടായിരുന്നു. അബിക്ക് ഹെൽമെറ്റ് അവൻ അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, കുവൈത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹെൽമെറ്റ് അവന് നാട്ടിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ പോരുന്ന സമയമാകുമ്പോൾ ലഗേജ് കൂടുതലായതുകൊണ്ട് ഹെൽമെറ്റ് അവിടെ വെച്ച് പോന്നു. അവനക്ക് 5-6 വർഷമായിട്ടുള്ള ഹെൽമെറ്റാണ് കേട്ടോ. 5 വർഷത്തോളമായിട്ടുണ്ടാവും ആ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചിട്ട്. നല്ല അടിപൊളി ഹെൽമെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം അതിൻ്റെ പരിപ്പിളകി തുടങ്ങിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് അവനവിടെ വെച്ച് പോന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു ഹെൽമെറ്റ് വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ തൃശ്ശൂർ തന്നെ ഒരു കുറുപ്പം റോഡ് അങ്ങനെ എന്തോന്നുണ്ടല്ലോ, അവിടെ പോയിട്ടൊരു ഹെൽമെറ്റ്, അവിടെ നിന്നാണ് കേട്ടോ ഹെൽമെറ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ തന്നെയാണ് അവൻ ഫസ്റ്റിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ പെന്നി ഐസ് കാൻഡി കഴിക്കാൻ വേണ്ടി കയറിയതായിരുന്നു. പക്ഷേ അവർ ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല അടിപൊളി ഐസ് കാൻഡിയാണ് കേട്ടോ, നല്ല ഇഷ്ടമാണ്. ഞങ്ങൾ തൃശ്ശൂർ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പൂങ്കുന്നത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിൽ അവിടെ പോയിട്ട് പെന്നി ഐസ് കാൻഡി കഴിക്കും കേട്ടോ. അങ്ങനെ നമ്മളിത് ഹെൽമെറ്റിൻ്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നല്ല അടിപൊളി ഒരു ഹെൽമെറ്റ് അവൻ എടുത്തു കേട്ടോ. നല്ല റേറ്റ് ഉള്ള ഹെൽമെറ്റ്, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് തന്നെ എടുത്തത്. ഒരു 3 സംതിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനോടൊപ്പം തന്നെ ഷാലുവിനും ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അഭ്യങ്കടയിലൊക്കെ പോകുമ്പോഴേ അവനെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഹെൽമെറ്റ് ഷാലുവിന് മേടിച്ചു കൊടുത്തു കേട്ടോ. ഇതല്ല കേട്ടോ, ഇത് ലച്ചുവിന് പുറത്തൊരു ഹെൽമെറ്റ് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു നക്ഷത്ര പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനും കയറിയിട്ടാ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.